പെൺകുട്ടിയെ അധിക്ഷേപിച്ച പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പരാതി അന്വേഷണം നടക്കായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കണ്ടേ അന്തസ്സായിട്ട്? ഉണ്ട് എന്ന് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ? അവിടെ വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം, ഞാൻ ആ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. 6-7 മാസമായിട്ട്, 6-7 മാസമായില്ലേ? എല്ലാവരുടെയും മാനസികാവസ്ഥയുണ്ട് എല്ലാവർക്കും. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നേക്ക് പുറത്തു വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ചോട്ടെ ഇപ്പോഴും പറഞ്ഞു, ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നത്. നിയമം അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ ചെയ്യേണ്ടുള്ളൂ. ഒരു പരാതിന്റെ പേരിൽ അങ്ങനെ എത്ര ആളുകൾ പോണ്ട വരും? നിങ്ങൾ ഇങ്ങോട്ട് ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചൂടെ? വേറെ ആൾ കേട്ടത് ഓഡിയോകളും ഒരുപാട് തെളിവുകളും ഒക്കെ ഒരുപാട് ആവട്ടെ. ഞാൻ ചോട്ടെ ആവട്ടെ. നിങ്ങൾ ഈ പറയുന്ന എല്ലാ തെളിവും കണക്ക് വയ്ക്കാം. 6-7 മാസമായി ഒരു അക്ഷരം പോലും കേരള ഗവൺമെന്റ് അവന്റെ പേര് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണോ ഒന്ന് വന്നത് അല്ലേ? ഇത് അന്വേഷിച്ച് നടക്കുക. നിയമം ഉണ്ടെങ്കിൽ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോടെ ഒരു കുഴപ്പമില്ല. നേരത്തെ തന്നെ 6-7 മാസം തപ്പി നടക്കുമ്പോൾ കൊടുക്കാമായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ലാസ്റ്റ് നിമിഷം വന്ന് കൊടുക്കുക. ഇപ്പൊ ശബരിമല ഇഷ്യൂ വന്നപ്പോഴാണ് ഇതൊക്കെ വന്നത്. ശബരിമല ഈ പറയുന്ന ഒരു MLA ex-MLA ഉള്ളിൽ കിടക്കുന്നു, മറ്റേ കേരള ഗവൺമെന്റ് പ്രതിസന്ധിയിലാക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് വേറെ ഒരു ചെറിയൊരു അവതാരമായിട്ട് വന്നിരിക്കുക. ആയിക്കോട്ടെ, നമ്മൾ അതിനകത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അതുണ്ടെങ്കിൽ അത് എൻകോടതി അന്വേഷിക്കട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. ആരൊഴിവാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇന്നുവരെ ബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചോ, ഒളിവിലാണോ ഇല്ലയോ നോക്കിയോ പാർട്ടി അദ്ദേഹത്തിന്റെ MLA ഓഫീസ് പൂട്ടിയിട്ടു. അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ എപ്പോഴും MLA ഓഫീസ് പൂട്ടിയിട്ടും. അല്ല, ഇല്ലാതെ ഒരാളുടെ തുറന്നു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത്രേ എനിക്കറിയാൻ കഴിയും. ഞങ്ങൾ പാർട്ടി പുറത്താക്കിയാൽ ഞങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അയാൾ എവിടെയാന്നുള്ളത്. പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളെ എവിടെ പോകുന്നു ഞങ്ങൾ നോക്കണം. ഞങ്ങളുടെ കൺട്രോളിലല്ലല്ലോ അയാൾ. ആ പാർട്ടി സസ്പെൻഡ് ചെയ്ത ആളല്ലേ. ആൾ എങ്ങനെ എവിടെ പോകുന്നു ഞങ്ങൾ നിയന്ത്രിക്കാൻ പറ്റൂ? രാഹുലിനെതിരെ പരാതി വന്നിട്ട് മാസങ്ങളായി. പോലീസ് പരാതി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അന്ന് പെൺകുട്ടി ഒളിവിലായിരുന്നോ എന്ന് തങ്കപ്പൻ ചോദിച്ചു. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാതി വന്നത് സംശയിക്കുന്നു. പരാതി അന്വേഷിക്കണം. ശബരിമല വിഷയം വന്നപ്പോൾ ഒരവതാരവുമായി വന്നിരിക്കുന്നു എന്നും തങ്കപ്പൻ പറഞ്ഞു. രാഹുലിനെതിരെ ആരോപണം ഉണ്ടായിട്ട് മാസങ്ങളായി. അപ്പൊ ഇവരൊക്കെ ഒളിവിലാണോ? എനിക്ക് അവിടെ പ്രശ്നം. ഇവരൊക്കെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മറന്നേക്ക് പുറത്ത് വന്നവര് അന്നേ വരാമായിരുന്നല്ലോ. അന്ന് കേരള ഗവൺമെന്റ് നപ്പി നടക്കണം, പരാതി അന്വേഷണം നടക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇല്ല ഒരിക്കലും അപമാനിക്കണം. അവരുടെ പരാതിയെ 100% ബഹുമാനിക്കുന്നു, അവരെ ഉൾക്കൊള്ളുന്നു. പക്ഷേ കേരള ഗവൺമെന്റ് ഒരു എൻക്വയറി വിട്ട പോലീസുകാര് പരാതി അന്വേഷിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച ആ പോലീസുകാര് പരാതി എവിടെ ബാംഗ്ലൂർ വരെ തപ്പി നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ?